നമ്മൾ ഇതേപോലെ യൂണിഫോം ഇട്ടിട്ട് ചായ പിടിക്കാൻ വേണ്ടി പോയി റോഡ് മതി പോലീസ് ജീപ്പ് അങ്ങോട്ട് വന്നു ഏത് സ്റ്റേഷനാണ് ചോദിച്ചു അപ്പോൾ സഞ്ജു നമ്മൾ നോക്കുക സാർ നമ്മളിവിടെ ഷൂട്ടിങ്ങോ എന്താ ഷൂട്ടിങ് അവിടെ വെബ് സീരീസിൻ്റെ എന്നിട്ടാണ് യൂണിഫോം ഇട്ട് റോട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങി ഇറങ്ങാൻ തിട്ട് പറഞ്ഞു ഇല്ല സാർ ദയ ഓടിയാൽ നമ്മൾ നിങ്ങൾ മനസ്സിലായില്ല പാളി മൂന്ന് കഥ പറഞ്ഞു പോലീസുകാർക്ക് നിങ്ങളെ മനസ്സിലായില്ല എന്നെ മനസ്സിലായി സഞ്ജു suddenly it feels so sad to be a music director. ഇത് ഫ്ലിപ്പ് സൈഡ് ആണ് ആക്ച്വലി. ഇതിന്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത് ഈ ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യാന്നുള്ളത്. അവിടെയാണ് എന്റെ ഹൈ. പോലീസുകാരോടുള്ള ഒരു സമീപനത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അവർക്ക് നമ്മളോടും അല്ല ഇത് ഫുള്ളാക്കിയില്ല അതെ അതിലേക്കാണ് വരുന്നത് പറഞ്ഞയച്ചില്ല ഞാൻ വെറുതെ പറഞ്ഞത് this is interesting പറയും ഈ സ്ക്രിപ്റ്റ്സ് വന്നിട്ടുള്ളൂ എനിക്ക് ചൂസ് ചെയ്യാന്ന് പറഞ്ഞത് ചൂസ് ചെയ്യാൻ എത്ര ഉണ്ടായിരുന്നു സോ അതാണ് കിട്ടിയത് ക്യാരക്ടർ ആവുന്നില്ല സത്യം സിനിമയിൽ പറഞ്ഞയച്ചില്ല പറഞ്ഞയച്ചില്ല എന്നോട് നവാസ നമ്മളെ ക്യാരക്ടർ ഇങ്ങനെ അല്ലടാ നമ്മളത് ഞാൻ വേറെ സാധനം പിടിച്ചു പോയതാ ഏതോ ഒരു പടം കണ്ടിട്ട് ഇതിപ്പോ നമ്മുടെ ഇതിന് മുമ്പ് നമ്മൾ മ്യൂസിക് ചെയ്യുന്ന സമയത്ത് ഇത്രയോ തവണ വർക്ക് ആവാതെ ബ്രോ ഇത് വർക്ക് ആവുന്നില്ല പാർട്ട് ഓഫ് ഇതില് കുറച്ചുകൂടി ഇത് 10 വർഷം കഴിഞ്ഞിട്ടാണല്ലോ അതിന്റെ ഒരു ഏജും കാര്യങ്ങളും പക്ഷെ അത് അടിപൊളി ചെയ്തു എന്ന് പറഞ്ഞു വളരാൻ സമ്മതിക്കില്ല KCF-ന്റെ രണ്ടാം ഫയൽ ഓപ്പൺ ആവാണ്. ഇതിലെ കഥാപാത്രങ്ങളും മ്യൂസിക് കമ്പോസറും അവിടെ കൂടെ ഉണ്ട്. സ്റ്റാർട്ട് വിത്ത് അർജുൻ. അപ്പം KCF-ന്റെ സെക്കൻഡ് ഫയൽ ഓപ്പൺ ആവാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫയലിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ കഥാപരിസരം തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് വരുന്നു എന്ന് അഹമ്മദ് കബീർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഫയലിന് ഒരു ഇൻട്രോ എങ്ങനെ കൊടുക്കാൻ പറ്റുക? സെർച്ച് ഫോർ CPO അമ്പിളി രാജു. അമ്പിളി രാജു അമ്പിളി രാജു എന്നൊരു ബേസിക്കലി കോൺസ്റ്റബിളാണ്. ഈ ചാർജ് എടുക്കുമ്പോൾ അറിയണത് പുള്ളി അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ കണിയാറുള്ള പോലീസ് സ്റ്റേഷനിൽ. സോ പുള്ളിയെ സെർച്ച് ചെയ്താണ് ഇവിടെ ഈ സീരീസ് തുടങ്ങുന്നത്. പക്ഷേ ആ സെർച്ചിൻ്റെ ജേർണിയിൽ ദർ ആർ മെനി അതർ സബ് പ്ലോട്ട്സ്. അത് നമ്മൾ ഷോ കാണുമ്പോൾ നമുക്ക് അറിയും. സോ നേരത്തെ ഇപ്പോൾ ഇത് പോലീസ് വേഴ്സസ് കോമൺ മാൻ ആയിരുന്നെങ്കിൽ ഇത് പോലീസ് വേഴ്സസ് പോലീസ് ആയിട്ടാണോ പോണേ? അങ്ങനെ പറയാൻ പറ്റുമോ? ത്രില്ലറിൽ നമുക്കത് റിവീൽ ചെയ്യുന്നതിലൊരു അത് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ആദ്യ ഭാഗത്തെ മ്യൂസിക്കിന്ന് ആദ്യ ഭാഗത്തെ മ്യൂസിക് വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുത്തിരുന്നു. ഒരു സീനൊക്കെ അത് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ വലിയ റോള് വഹിച്ചിട്ടുണ്ട്. രണ്ടാം ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് മ്യൂസിക്കിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് അതിൽ കൊടുക്കുന്നുണ്ട്? ഇതേ പ്രതീക്ഷയാണ്. എന്താണ് KCF 1-ന് പ്രേക്ഷകർ എങ്ങനെ അതിനെ അഭിനന്ദിച്ചോ, എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്തോ, അതിനെക്കാട്ടി ഒരു 10 മടങ്ങ് എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഇത്തവണ. കാരണം ഓവർ ദി ഇയേഴ്സ് ഗ്രോ ചെയ്യുന്ന ഒരു ഓഡിയൻസാണ് എപ്പോഴും ഈ OTT-യിൽ, എസ്പെഷ്യലി OTT-യിൽ വരുന്ന സീരീസിനൊക്കെ റീവാച്ച് ചെയ്യുന്നവരും അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് ഇങ്ങനെ ഒരു സീരീസ് ഉണ്ട് ഇത് കാണണം. അപ്പോൾ ഓഡിയൻസ് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട് കേരള ക്രൈം ഫയൽസിന്. ഇപ്പോൾ തന്നെ ഞാൻ ഈ അടുത്ത് പല സ്ഥലത്ത് പോകുന്ന സമയത്തും നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ചില നേരത്ത് ഇത് കേരള ക്രൈം ഫയൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിന് നെക്സ്റ്റ് പാർട്ടിന് വെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓഡിയൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ അത് നമുക്കൊരു വലിയ ലെവറേജാണ്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഐ എം വെരി എക്സൈറ്റഡ്. ഇപ്പം അഹമ്മദിൻ്റെ കൂടെയുള്ള കൊളാബറേഷൻ്റെ ഒരു നല്ലൊരു കൊളാബ് ആണ് ഇതിൻ്റെ വർക്ക്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരാണ്, അവരത് കാണുമ്പോൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് നോക്കി കാണേണ്ടതാണ്. പക്ഷേ എൻ്റെ ഭാഗത്തു നിന്നുള്ള മാക്സിമം സിൻസിയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് എന്താ പറയുക അഹമ്മദ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടത്. മറ്റുള്ള ടെക്നിക്കൽ ആസ്പെക്ട്സും എക്സെപ്ഷണൽ ക്വാളിറ്റിയിലാണ് ഇത് അഹമ്മദ് ചെയ്തിട്ടുള്ളത്. സോ ലുക്കിംഗ് ഫോർവേഡ് ടു. ഈ പറഞ്ഞ പോലെ തന്നെ ഓഡിയൻസിലെ ചേഞ്ചിൽ വരുമ്പം മ്യൂസിക്കിലും ആളുകൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. മുന്നേ സിനിമ കണ്ടുപോവുക, അതിൻ്റെ കഥ അറിഞ്ഞു പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് മ്യൂസിക്കിൽ ഭയങ്കരമായിട്ട് ആളുകൾ കുറച്ചുകൂടെ അവെയറാണ്, അതിൻ്റെ ഓരോ എലമെൻറ്റും എടുത്ത് സംസാരിക്കാറുണ്ട്. അത്തരം ഒരു ഓഡിയൻസിലേക്ക് പുതിയ പാട്ടുകൾ, പുതിയ സംഗീതം കൊടുക്കുമ്പോൾ അതിനകത്ത് ടെൻഷൻ ഉണ്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആണോ പ്രോസസ്സ്? എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഇപ്പോൾ ഫിലിം കമ്പോസിങ്ങിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഫിലിം എങ്ങനെയുണ്ട്, ഫിലിമിൻ്റെ സ്റ്റോറി എങ്ങനെയുണ്ട്, അതിനെ ബേസ് ചെയ്ത് പോകുന്ന
അതുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പോൾ ആ ഫിലിം വർക്കായാൽ മാത്രമാണ് അതിലുള്ള മറ്റ് ആസ്പെക്ട്സിനെ കുറിച്ചും ഓഡിയൻസ് സംസാരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ജസ്റ്റ് ഫെയ്ഡ് അവേ. അപ്പം അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഭയങ്കര റെവല്യൂഷൻ നടക്കുന്ന സമയമാണ്. എസ്പെഷ്യലി മലയാളത്തിൽ. അത് ഓൺ സ്ക്രീൻ ആവട്ടെ, ഇപ്പം ഓഫ് സ്ക്രീൻ ആവട്ടെ. ഇപ്പം കേരള ക്രൈം ഫയൽസ് പോലെ ഉള്ള ഒരു സീരീസ് OTT വരുന്നതും ഡെയറിങ് ആയിട്ട് അങ്ങനെയുള്ള കഥകൾ എഴുതുന്ന നല്ല എഴുത്തുകാരുണ്ടായി വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ബാഹുൽ രമേശിനെ അതെ ബാഹുൽ രമേശിനെ പോലുള്ള റൈറ്റേഴ്സ് വരുന്നതെന്ന് പറയുന്നത് നമുക്ക് പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള പ്രോജക്റ്റിൽ നമുക്ക് ഭാഗമാകാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ ഓഡിയൻസ് ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആണ്. ഇപ്പം പഴയ കാലം പോലെ തിയേറ്ററിൽ മാത്രം പോയി കാണുന്ന ഓഡിയൻസ് അല്ല നമുക്ക്. ഇപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ഇറ്റാലിയൻ സീരീസോ അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് ഫിലിം കാണുന്ന ഓഡിയൻസ് ആണ് നമുക്കുള്ളത്. സോ നമ്മളും അതിനനുസരിച്ചിട്ട് വിൽ ഓൾസോ ബി അപ്ഡേറ്റഡ്. സോ ആ പ്ലാറ്റ്ഫോമിലേക്ക് KCF വരുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പം രണ്ടാം ഭാഗത്തിലേക്കാണ് എൻട്രി വരുന്നത്. ഇപ്പോൾ മുന്നേ തലവനിലെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള പോലീസ് വേഷം വരുന്നുണ്ട്. പക്ഷെ വെബ് സീരീസിലേക്ക് വരുന്ന സമയത്ത് ആ പോലീസ് ഓഫീസർ ഒരു സീരീസ് മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ അത് കഴിഞ്ഞും ആൾക്ക് ആ കഥാപാത്രത്തിന് തുടർച്ച ഉണ്ടായിരിക്കും, മൾട്ടി ലെയേർഡ് ആയിട്ട് പോകുന്നതായിരിക്കും. ഈ പോലീസ് കഥാപാത്രം തരുന്നൊരു കോൺഫിഡൻസ് അല്ലെ അത് തരുന്നൊരു സ്പേസ്? ആക്ച്വലി ഇതിൽ എൻ്റെ ക്യാരക്ടർ പേര് CPO പ്രവീൺ എന്നാണ്. സാധാരണ ഒരു പടങ്ങളിൽ ഇങ്ങനെ വരുമ്പം ഒരു SIയുടെ കൂടെ ഉള്ള കോൺസ്റ്റബിൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, സാർ അവിടെ പോയി, അവിടെ ബോഡി ഇല്ല, ഇവിടെയാണ്, അവിടെ ഇല്ല എന്ന് പറയുന്ന ഡേറ്റ പറയുകയാണ്. നോർമൽ തെറ്റല്ല, അത് അതിനുള്ള സ്പേസ് ഉണ്ടാവാറുള്ളൂ നോർമൽ സിനിമയിൽ. പക്ഷെ ഇവിടെ ഒരു ലെയർ ഉണ്ട് ബേസിക്കലി. അത് റൈറ്റിംഗ് എനിക്ക് തോന്നുന്നത് ടെക്നിക്കൽ ക്രൂവിൻ്റെ ഒരു ബ്രില്യൻസ് ആണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് ആദ്യം വായിച്ച സമയത്ത് കിഷ്കിന്താണ്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോഴാണ് അപ്പം ഇത് ആരെ എഴുതിയത്, ഇതെന്താ ഇങ്ങനെ, അതായത് ഇല അനങ്ങുന്നവരെ പുള്ളി എഴുതിയിട്ടുണ്ട്. അപ്പം വൺ ലൈനർ ആണെങ്കിൽ ആക്ച്വലി ഷൂട്ട് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റും എങ്ങനെ ആയി വരുന്നതാണ്. ഇത് ഓൾറെഡി റൈറ്റിങ്ങിലൊരു സിനിമയുണ്ട് അല്ലെങ്കിൽ ഒരു കഥയുണ്ട്. അപ്പം അതിൻ്റെ ചലഞ്ച് ഞാൻ എടുത്ത് അതിനോട് ചോദിക്കുന്നത്, ഇതെങ്ങനെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, എനിക്കും അറിയില്ല, നോക്കാം എന്നുള്ള. അപ്പം അതിഗംഭീരമായിട്ടാണ് അവിടെ ഒരു കോമ്പറ്റീഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല റൈറ്റിംഗ് വരുമ്പോൾ ഓക്കെ അതിൽ നിന്നും ബെറ്റർ ആയിട്ടൊരു ഡിറക്ഷൻ കൊടുക്കണം എന്നുള്ള പോയിന്റ്. അതിൽ എനിക്ക് തോന്നുന്നു ഈ CPO പ്രവീൺ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര റെലവൻ്റ് ആയിട്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ചുമ്മാ വന്നൊരു സീനിൽ നിന്ന് ഈ പോലീസ് ഇപ്പം അർജുൻ്റെ കൂടെയാണ് എൻ്റെ കൂടുതൽ കോമ്പിനേഷൻസ് വരുന്നത്. ഇയാൾ വെറുതെ അവിടെ നിൽക്കണ്ട, ഈ ഷുഡ് കോൺട്രിബ്യൂട്ട് എന്നുള്ളൊരു സാധനം പർപ്പസ്ഫുള്ളി അതിലുണ്ടായിരുന്നു. എനിക്ക് അത് ഇനി ഞാൻ പറയുന്നതിന്റെ അർത്ഥമില്ല, ഇത് കണ്ടിട്ട് ഞാൻ പറയാം. കാരണം കഴിഞ്ഞ ഫസ്റ്റ് സീസണില് അങ്ങനെ വേറെ വലിയ കാര്യമുണ്ട്. ആക്ച്വലി ഫസ്റ്റ് സീസൺ പോലെയല്ല സെക്കൻഡ് സീസൺ. ഫസ്റ്റ് സീസണിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും പേഴ്സണൽ കണക്ട് കിട്ടും. ഓരോ ക്യാരക്ടേഴ്സും അവിൽ മിൽക്ക് വഴിയാണെങ്കിലും ഗർഭിണിയായ വൈഫ് വഴിയാണെങ്കിലും എല്ലാം ആ ക്യാരക്ടറിലേക്ക് ഒരു കണക്ഷൻ കിട്ടും. ഇതിൽ അങ്ങനെ ഒന്നുമില്ല, വളരെ ടെക്നിക്കലായിട്ടാണ് പോകുന്നത് പോലീസുകാർ മൊത്തം. അപ്പം KCF 1 ഒരു ഓഡിയൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് യു വിൽ ബി ഇൻ. ഓക്കെ, ഫസ്റ്റ് എപ്പിസോഡ് കാണുമ്പോൾ അയ്യോ ഇതെന്താണ്, പക്ഷെ ഇതിന്റെ ട്രീറ്റ്മെന്റ് അങ്ങനെയല്ല. ഇത് പ്രത്യേക അഹമ്മദ് ബ്രീഫ് ചെയ്താണ് ഇത് പറയണം എന്നുള്ളത്. അപ്പൊ അത് ജെന്യുവൻലി സ്പീക്കിംഗ് അങ്ങനെ എക്സ്പെക്ടേഷനോടുകൂടി KCF 2 കാണരുത്. അത് ഇറ്റ് ടേക്സ് ടൈം. ഇപ്പം എനിക്കും ഇവരിൽ ഞാനാണ് ഫുള്ള് കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ എന്ന് പറഞ്ഞൊരു പ്രേക്ഷകനും ഒരു പക്ഷേ 1-2 തവണ വർക്ക് ചെയ്തതിന് ശേഷമാണ് എനിക്ക് റിയലൈസ് ചെയ്യുന്നത് അയ്യോ ഇതിൻ്റെ ഒരു ഹാങ് ഓവർ ഭയങ്കരമാണ്, വേറെ ഒരു പരിപാടിയാണ് ഇതിൻ്റെ എന്നുള്ളത്. അപ്പം അത് ഓഡിയൻസ് അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് കാണണം. നവാസ്കയുടെ ക്യാരക്ടറിലേക്ക് വന്ന ഈ പറഞ്ഞ പോലെ ത്രൂ ഔട്ട് 2 സീസണുകളായിട്ട് ഇതിന്റെ കൂടെ സഞ്ചരിക്കുകയാണ്. അപ്പം ഇത് പുതിയൊരു സ്ഥലത്ത് നടക്കുന്ന പുതിയൊരു അന്വേഷണമാണ്, അതിലേക്ക് നിങ്ങളുടെ ക്യാരക്ടേഴ്സ് വന്നു പോവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം സുനിൽ എന്ന് പറയുന്ന CPOക്ക് ഇതിനകത്ത് വന്നു പോകാനുള്ള ഇടങ്ങളുണ്ട്? നല്ല ഇടങ്ങളുണ്ട്, അങ്ങനല്ല പെർഫോം ചെയ്യാണ്ട്. രണ്ട് ആക്ടിങ് കൊടുത്ത് 1 വേറെ 2 വേറെ അല്ലല്ലോ. ഇതില് കുറച്ചുകൂടി ഇത് 10 വർഷം കഴിഞ്ഞിട്ടാണല്ലോ അതിന്റെ ഒരു ഏജും കാര്യങ്ങളും. പക്ഷെ അത് അടിപൊളി ചെയ്തെന്ന് പറഞ്ഞു. വളരാൻ സമ്മതിക്കില്ല പോലും. അല്ലേ ഇഷാംഭായി പറഞ്ഞു, ഏതൊരു കഴിഞ്ഞ ഇന്റർവ്യൂലായിട്ടും പറഞ്ഞു, ഞാൻ കേട്ടു നവാസ് അടിപൊളിയായിട്ടുണ്ട് അല്ലേ, മറവിലാസം കൂടി. ഇല്ല അത് പക്ഷെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്.
എല്ലാരും ഇത് ഇപ്പം അടുത്ത് അഭിലാഷും ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ കൂടെ തന്നെ ക്യാരക്ടർ വരുന്നുണ്ട്. ഇപ്പം നവാസ്കയുടെ ക്യാരക്ടേഴ്സിനോട് ആളുകൾക്കൊരു സ്നേഹം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം മെയിൻ ക്യാരക്ടർ ഇപ്പൊ ഫസ്റ്റിലത്തെ തന്നെ അജു വർഗീസിന്റെ ക്യാരക്ടറാണ് മെയിൻ ലീഡായിട്ട് പോകുന്നത്. പക്ഷെ അതിന്റെ കൂടെയുള്ള ക്യാരക്ടേഴ്സിന് ഓരോരുത്തർക്കും അതിന്റെ സ്റ്റോറി ഉണ്ട്. നവാസ്കയുടെ ക്യാരക്ടറിന് ഒരു പ്രത്യേക റൊമാൻറ്റിക് ട്രാക്കും ഉണ്ട്. അതുണ്ടാക്കുന്ന ഒരു സ്നേഹം ഉണ്ട് ആൾക്കാരിലേക്ക്. ഇപ്പം അതേപോലെ തന്നെ തമാശയിലെ ക്യാരക്ടർ ആണെങ്കിലും മെയിൻ ലീഡ് അല്ലെങ്കിൽ പോലും ആൾക്കാർക്ക് ആ ക്യാരക്ടറോട് ഉണ്ടാകുന്ന ഒരു സ്നേഹമുണ്ട്. ഇത്തരം സൈഡ് റോളുകളാണെങ്കിലും ഡെപ്ത് ഉള്ളത് കിട്ടുന്ന ഒരു രസമുള്ള പരിപാടിയല്ലേ ആളുകൾ ഇങ്ങനെ ആലോചിച്ച് വെക്കുന്നതൊക്കെ. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഇതിനെ കുറിച്ച് പറയുമ്പോഴേ അപ്പോഴേ പഠിച്ചോണ്ട് ഇത്രയും വലിയ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്, നമുക്കറിയില്ലോ. അപ്പൊ ആൾക്കാർ പറയുമ്പോഴാണ് അവിടെ ഇനി എൻ്റെ ആ നോട്ടം അടിപൊളി. ഞാൻ അന്നപ്പോ നിങ്ങൾക്ക് അറിയാലോ, സിംപ്ലിസിറ്റി. അപ്പോൾ അത് വലിയൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിപ്പോകുന്നതേ. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭയങ്കര ഉത്തരവാദിത്തമാണ്. ഇവിടെ മുതലേ ഉള്ളൂ. ഇവിടെ നിന്നാണ് ഞാൻ അല്ല ഈ ഭാഷന്റെ പ്രശ്നങ്ങളൊക്കെ. ഇപ്പോൾ ഇയാൾ സ്ലാങ് മാറ്റി പിടിക്കുകയാണെങ്കിൽ ഇയാൾ ഒന്നുകൂടിയും രക്ഷപ്പെടുന്നൊക്കെ പറഞ്ഞിട്ട് വടച്ചനെ കുടുങ്ങും. ഞാനിപ്പോൾ ഒരു പടം ചെയ്തു, കാസർഗോഡാണ്, സ്ലാങ് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇത് സംവിധായകർ കേൾക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്റെ പ്രൊമോഷനും കൂടിയാ. പല സ്ലാങ്ങുകൾക്കും റെഡിയാണ്. അത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് പറയും. ഞാൻ റെഡിയാണ്. ഇക്ക പറഞ്ഞ പോലെ തന്നെ രണ്ടാം ഭാഗം വരുമ്പോൾ അതിലൊരു വലിയ ഉത്തരവാദിത്വം കൂടെയുണ്ട്. ആദ്യ ഭാഗം തന്നിട്ടുള്ളൊരു എക്സ്പെക്ടേഷൻ അതിനകത്ത് ഉണ്ടാവുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗം ഷോൾഡർ ചെയ്യുന്ന സമയത്ത് അത്തരം പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഇത് ഒരു ടെൻഷനാണെന്ന് തോന്നിയിട്ടുണ്ടോ? അയ്യോ അങ്ങനെ തോന്നിയിട്ടില്ല. ചോദിച്ചിട്ടില്ല. അല്ല പിന്നെ ഇത് ഹിറ്റ് ഷോ, പിന്നെ ഇത് ഹിഷാം, പിന്നെ അഹമ്മദ് നാഷണൽ അവാർഡ് വിന്നിങ് എഡിറ്റർ, പിന്നെ ലാൽ സാർ, അജു ചേട്ടൻ, നവാസ്, ഇവരെല്ലാം ഉണ്ടല്ലോ. എനിക്ക് ടെൻഷൻ അങ്ങനെ ടെൻഷനൊന്നുമില്ല. ഈ പടയിലുള്ള ക്യാരക്ടർ ജില്ലാ കളക്ടറായിട്ട് വരുന്ന ക്യാരക്ടറിൽ ആണ് പെട്ടെന്ന് ആളുകളിലേക്ക് ഇത് ഇൻജസ്റ്റ് ആയത്. അതിനുശേഷം നേരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് ഡിയർ ഫ്രണ്ടിൽ വരുന്നത്. ആളുടെ ഗെറ്റപ്പ് മുതലെല്ലാം മാറുന്നുണ്ട്. ഈവൻ കണ്ണൂർ സ്ക്വാഡിൽ വരുന്ന സമയത്ത് ഷെയ്ഡ് മാറുന്നു. അങ്ങനെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളായിട്ടാണ് അർജുൻ്റെ ക്യാരക്ടേഴ്സ് മാറുന്നത്. ഈ സെലക്ഷൻ മനഃപൂർവ്വം എത്ര വൈകിയാലും ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാൽക്കുലേറ്റഡ് ആണ്. ഈ സ്ക്രിപ്റ്റ്സ് വന്നിട്ടുള്ളൂ ചൂസ് ചെയ്യാൻ എത്ര ഉണ്ടായിരുന്നു. സോ അതാണ് കിട്ടിയത്. പക്ഷേ അങ്ങനെ സെലക്ഷൻ ഒന്നും ഇല്ല ജെന്യുവൻലി. ബിക്കോസ് പടം കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് പടം കിട്ടിയത് ആക്ച്വലി ഡിയർ ഫ്രണ്ട് ആയിരുന്നു. ആ പടം ഞാൻ ഷൂട്ട് ചെയ്തത് ബിഫോർ ലോക്ക്ഡൗൺ. 2 വർഷം കഴിഞ്ഞിട്ട് സമീർ തായർ അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു, പുള്ളി ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിരുന്നു. സോ പുള്ളി എന്നെ ഈ പടത്തിൽ വിളിച്ചത്. സോ അങ്ങനെ ചൂസ് ചെയ്തതൊന്നുമില്ല. ഐ വാസ് ജസ്റ്റ് ലക്കി ദാറ്റ് ഐ ഗോട്ട് ദീസ് സ്ക്രിപ്റ്റ്സ്. പക്ഷേ ഇതെല്ലാം ഒരു ഹിറ്റ് മൂവീസ് ആയിരുന്നില്ലേ? അതെ, ഐ മീൻ സം ഓഫ് ദം ഡിഡ് വെൽ, സം ഡിഡ് ഡു വെൽ. പക്ഷേ നോട്ട് ചെയ്യപ്പെട്ട പടങ്ങളാണിത്. ഈ ഡിയർ ഫ്രണ്ടിൽ തന്നെ അതിനൊരു അവസാനം ഇല്ല. അതായത് ഇറ്റ്സ് ഓപ്പൺ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്യാരക്ടേഴ്സിനെ ഇന്ന രീതിയിൽ ജഡ്ജ് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ ആണെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സിനിമയും കൂടി ആയിരുന്നല്ലോ. വാട്ട് ഈസ് യുവർ ഇന്റർപ്രിട്ടേഷൻ ഓഫ് യുവർ ക്യാരക്ടർ ആൻഡ് തോമസ് ക്യാരക്ടർ? ഇന്റർപ്രിട്ടേഷൻ ചെയ്യാൻ അതൊന്നുമില്ലല്ലോ. അതാ കഥ, നമ്മളെന്താ കണ്ടത് അതാണ് വാട്ട് എവർ യു വോണ്ട് ടു ഇന്റർപ്രറ്റ്. പക്ഷെ അതിന്റെ ഓഡിയൻസ് കുറച്ച് ഡിവൈഡഡ് ആയിപ്പോയി. ബിക്കോസ് ചില ആൾക്കാർക്ക് തോന്നിയത് ഇതിന്റെ ഒരു കൃത്യമായിട്ടൊരു എൻഡിങ് വേണം. ബട്ട് അക്കോർഡിംഗ് ടു അസ്, അക്കോർഡിംഗ് ടു ദ റൈറ്റർ, ദിസ് ഇസ് ദി എൻഡിങ്. ആൻഡ് ഐ എം കൺവിൻസ്ഡ് വിത്ത് ദാറ്റ് എൻഡിങ്. സോ അല്ല, എനിക്കത് കൺവിൻസ് ആയി. ഐ ജസ്റ്റ് ഫെൽറ്റ് അത് ടോവിനോയുടെ ക്യാരക്ടറിന്റെ അതാണ് ആൻസർ. സോ യാ, ബട്ട് ആസ് എ ഓഡിയൻസ്, ആസ് എ വൈഡർ ഓഡിയൻസ്, ഐ അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഇങ്ങനെ ഒരു ഫുൾ പടം കണ്ട് യു വാണ്ട് എ ഫൈനൽ സൊല്യൂഷൻ ടു ഇറ്റ്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതെ, ദാറ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് ക്യാൻ ബി ആൻ എൻഡിങ്. അഹമ്മദ് കബീറിന്റെ കൂടെ ഉള്ള മധുരത്തിലെ പാട്ടുകൾ വലിയ രീതിയിൽ ഹിറ്റായി. എനിക്ക് തോന്നുന്നു ഇപ്പോഴും പല ആളുകളും അവരുടെ പ്രണയം പറയാനോ അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങാനോ വേണ്ടി കേൾക്കുന്ന പാട്ട്. ഞാൻ ഒരു സമയത്ത് ഉറങ്ങാൻ വേണ്ടി കേട്ടുകൊണ്ടിരുന്ന പാട്ടുകളോ, ഉറക്കം കെടുത്തുന്നതല്ല, ഇത്തരത്തിലത് പാട്ടുകൾ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറയുന്നത് ഒരു മ്യൂസിക് കമ്പോസറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ലക്കല്ലേ. അഹമ്മദ് കബീറിന്റെ കൂടെ തന്നെ വീണ്ടും വരുന്നു. ഇതൊരു ലക്കി ഫാക്ടറാണോ?
എനിക്ക് തോന്നുന്നു എപ്പോഴും ഇപ്പം അഹമ്മദിനെ സംബന്ധിച്ച് അഹമ്മദിൻ്റെ ടീമിനെ ഭയങ്കര ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. ഇപ്പം എല്ലാവരെയും ഇപ്പം ടെക്നിക്കൽ ക്രൂവിനെ എടുത്തു നോക്കിയാൽ അഹമ്മദിൻ്റെ ഫസ്റ്റ് ഫിലിം തൊട്ട് ഈ ഒരു മൊമെൻ്റ് വരെ അഹമ്മദ് വർക്ക് ചെയ്യുന്ന ഒരു എപ്പോഴും ഒരു കോമൺ ക്രൂ ഉണ്ടാവും. അപ്പം അതിലൊരു ഭാഗമാകാൻ കഴിയുന്നത് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാരണം ഇറ്റ്സ് വെരി ഹാർഡ്. ഒരു നല്ല ടീം ഫോം ചെയ്ത് ഇപ്പം ഒരു സീൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവിടെ എന്താണ് മ്യൂസിക് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, എന്താണ് അഹമ്മദ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാവും. അത് ഉണ്ടാവാൻ കുറേ നാളെടുക്കും. അതൊരു ഓവർ ദി ഇയേഴ്സ് വരുന്ന ഒരു റാപ്പുമാണ്. അതൊരു ഭയങ്കര ലക്കി കാര്യമാണ്. അതൊരു ഭാഗ്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മധുരമായിരുന്നു നമ്മുടെ ഫസ്റ്റ് കൊളാബറേഷൻ. ഇപ്പം ആൾക്കാർ കുറേ പേര് ആ സോങ് ഒക്കെ റീവിസിറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് 3 ജസ്റ്റ് വൺ വേർഡ് ആൻസേഴ്സ് കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. ട്രൈ ചെയ്യാം. ഓക്കെ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ജോണർ ഓഫ് മ്യൂസിക്? ആൻഡ് ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്, ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു ജോണർ? എനിക്ക് ത്രില്ലർ ഹൊറർ ജോണർ ഓഫ് ഫിലിംസിൽ വർക്ക് ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ കേരള ക്രൈം ഫയൽസ് വന്നു. അപ്പം നമുക്ക് ഇംപ്ലിമെൻ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടികളൊക്കെ KCF 2 ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനി ഓഡിയൻസ് കാണുമ്പോൾ എങ്ങനെയാണ് റെസ്പോൺസ് എന്നുള്ളത് ഭയങ്കര ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. അതാണ് എൻ്റെ എനിക്ക് ചെയ്യാൻ ആഗ്രഹിച്ചൊരു ജോണർ. അതല്ലെങ്കിൽ ബൈ ഡീഫോൾട്ട് എല്ലാം ആസ്വദിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ആളുകൾ ഹൃദയത്തിലെ പാട്ടുകൾ ഫേവറേറ്റ് ആയിട്ട് പറയാറുണ്ട്, പറഞ്ഞ പോലെ മധുരത്തിലെ. അപ്പോൾ ഓരോ പാട്ടുകൾക്കും ഓരോ തരത്തിലുള്ള ഫോളോവേഴ്സ് വരുന്നുണ്ട്. പേഴ്സണൽ ഫേവറേറ്റ് ഏതായിരിക്കും? എൻ്റെ മ്യൂസിക് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് നമ്മളിപ്പോൾ മ്യൂസിക് ചെയ്ത് കഴിയുമ്പം ദെൻ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് യുവർ സിസ്റ്റം. പിന്നെ അത് വെച്ചിട്ട് ഐ നോട്ട് ലിവ് വിത്ത് ദാറ്റ്. മ്യൂസിക് ചെയ്ത് അതിൻ്റെ ഒരു മാസ്റ്റർ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ദെൻ പിന്നെ ഞാൻ അത് കേട്ടോണ്ട് ഇരിക്കുക അങ്ങനെയില്ല. അതിൽ ഇമോഷണലി ഇൻവെസ്റ്റ് ആയി പോവാറില്ല? ഇമോഷണലി ഇൻവെസ്റ്റ് ആയാൽ പ്രശ്നമാണ്. ഓക്കെ, ലൈക്ക് ക്യാരക്ടർ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ ആളുകൾ പറയുന്ന പോലെ തന്നെ അത് തീരുന്ന വരെ യു ഹാവ് ടു ബി ഇൻവെസ്റ്റഡ് ഇമോഷണലി. അത് തീർന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു കട്ട് ഓഫ്. പിന്നെ അതിനോട് ഇമോഷണലി അറ്റാച്ച്മെന്റ് ചെയ്താൽ അത് പിന്നെ ഇറ്റ് മൈറ്റ് റീബൗണ്ട്. കാരണം നമുക്ക് പിന്നെയും നെക്സ്റ്റ് വർക്ക്സ് ഉണ്ടല്ലോ. അപ്പം ആ വർക്കിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യാൻ പറ്റും. അത് ഇറ്റ്സ് ഇയേഴ്സ് ഓഫ് പ്രാക്ടീസ്. നമ്മൾ കമ്പോസ് ചെയ്ത് ഇപ്പം മൾട്ടിപ്പിൾ ഫിലിംസിൽ വർക്ക് ചെയ്യുമ്പോൾ യു കാൺ ഹാവ് ദാറ്റ്. ആ ഒരു കോട്ട് നമുക്ക് ഇടാൻ പറ്റില്ല. യു ഹാവ് ടു ഫിനിഷ് ആൻഡ് മൂവ് ഓൺ. അതൊരു പ്രാക്ടീസ് ആണ്. ഇത് ക്യാരക്ടറിലേക്ക് വരുമ്പോൾ, ആക്ടിങ്ങിൽ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? എല്ലാവരോടും കൂടെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഐ സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഇപ്പോൾ ഒരു ക്യാരക്ടറിൽ നിന്ന് ആളുകൾക്ക് പോകാൻ പ്രയാസം ഉണ്ടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ക്യാരക്ടറിൽ ഹുക്കായി നിന്ന് പോയിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. വാട്ട്സ് യു പ്രോസസ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ്? There is no process as such. For me, acting is like he said. Sorry, just to. Right, suddenly it feels so sad to be a music director. ഇത് ഫ്ലിപ്പ് സൈഡ് ആണ് ആക്ച്വലി. ഇതിന്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത് ഈ ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യാന്നുള്ളതാണ്. അവിടെയാണ് എൻ്റെ ഹൈ. ഇപ്പൊ നമ്മൾ കമ്പോസ് ചെയ്യുന്ന ഇപ്പൊ ഞാൻ എപ്പോഴും എൻ്റെ ഇപ്പൊ അഹമ്മദിനോട് ഇപ്പൊ KCF 2 ഫൈനൽ മിക്സിംഗ് സ്കോറിങ് തീരുന്ന അന്ന് ഞാൻ അഹമ്മദിനോട് പറഞ്ഞു, അഹമ്മദേ കഴിഞ്ഞല്ലോ. അപ്പൊ അഹമ്മദ് പറഞ്ഞു, കഴിഞ്ഞല്ലോ. ആ പ്രോസസ്സാണ് നമ്മുടെ ഹൈ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലൊരു എക്സൈറ്റ്മെന്റ് ഇല്ല. ബിക്കോസ് ദെൻ അത് ഓഡിയൻസിന്റെ, പിന്നെ അത് നെക്സ്റ്റ് ഇറ്റ് ഗോസ് ടു ദി ഓഡിയൻസ്. ദെൻ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്രിയേഷൻ പ്രോസസ്. നമ്മള് ഓഡിയൻസിന്റെ ഭാഗമല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യുന്നതല്ലേ. ആ ഒരു ഹൈയേ ഉള്ളൂ. അപ്പൊ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയ നമ്മൾ അതും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഭീകരമായ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയാം. പക്ഷേ സോറി, ജസ്റ്റ് ഞാനിപ്പോൾ വേറൊരു സീരീസ് ബ്ലൈൻഡ് ഫോൾഡ് എന്ന് പറഞ്ഞൊരു സീരീസ്, ദാറ്റ് വാസ് എ വെരി ഇൻറ്റൻസ് ക്യാരക്ടർ. ഇറ്റ് വാസ് വെരി ഇമോഷണലി എക്സോസ്റ്റിംഗ് ക്യാരക്ടർ. ബട്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്, അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ആക്ച്വലി അത് കഴിഞ്ഞൊരു 2 മാസം കഴിഞ്ഞിട്ടാണ് KCF സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ബിക്കോസ് ഐ ഹാഡ് ദോസ് 2 months, there is no process to get out of it. I think automatically but it's difficult in those kind of characters. Especially നമ്മൾ ഇത്രയും ഇൻറ്റൻസ് എക്സോസ്റ്റീവ് ഇമോഷണലി എക്സോസ്റ്റീവ് സീൻസ് എല്ലാ ദിവസവും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ്. ബട്ട് ഐ ഫീൽ ലൈക്ക് യു സെഡ്, വൺസ് എ ഫിലിം ഇസ് ഡൺ, ദെൻ യു ആർ ഡൺ വിത്ത് ഇറ്റ്. ഇപ്പൊ ഈ ബ്ലൈൻഡ് ഫോൾഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹർഷദ് കാക്കയുടെ എഴുത്തിലാണ് വരുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ ക്ലാസ്, അസ്കർ ഫറാദിയുടെ മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം അതിന്റെ ട്രെയിലർ അദ്ദേഹത്തെ കാണിച്ചു. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അദ്ദേഹത്തിന്റെ ലൈക്ക് ഓഫ് കോഴ്സ് ഹീസ് എ മാസ്റ്റർ ഇൻ സിനിമ. അദ്ദേഹത്തിന്റെ ഒരു അപ്രിസിയേഷൻ അതിന് തരുന്ന ഒരു പവർ വേറെയല്ലേ? ഹൗ ഡിഡ് യു ഫീൽ അത്
അല്ല, ഐ വാസ് ടോൾഡ് ദാറ്റ് ഹി ലൈക്ക് ദ ട്രെയിലർ. അത്രയും എനിക്കറിയുള്ളൂ, പക്ഷേ ഹീസ് നോട്ട് സീൻ ഇറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. യു ആർ സോ ലൈറ്റ് ആൻഡ് അല്ല, ബിക്കോസ് ഞാനവിടെ പുള്ളിയല്ലേ കാണിച്ചത്, ഞാനവിടെ ഐ വാസ് നോട്ട് ദയർ ടു എക്സ്പീരിയൻസ് ഇറ്റ് അൺഫോർച്ചുനേറ്റ്ലി. ഓക്കെ, ബട്ട് ഹി, നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്തു. ഞാൻ അതെ ഡെഫിനറ്റ്ലി അതിങ്ങനെ, എസ്പെഷ്യലി ടു മീറ്റ് എ മാസ്റ്റർ ഫിലിം മേക്കർ ലൈക്ക് ഹിം, ഇറ്റ്സ് ഒബ്വിയസ്ലി എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. അൻസാറാണ് ഡയറക്ടർ പടം. അൻസാർ മാർഷദ്ക്കെ പോയി ആ മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ടു ബി ടോട്ട് ബൈ സംബഡി ലൈക്ക് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ബ്ലെസ്സിങ്. സോ ലക്കി ഫോർ ദം. ഐ വിഷ് വി ഓൾസോ ഗെറ്റ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ക്യാരക്ടറിൽ സ്റ്റക്കായി പോയി തോന്നിയിട്ടുണ്ടോ? നമസ്കാരം. ക്യാരക്ടർ ആവുന്നില്ല എന്നിട്ട് സെറ്റായി സത്യം സിനിമേനെ പറഞ്ഞയച്ചിന്നെ പറഞ്ഞയച്ചില്ല എന്നോട്. നമസ്തേ, നമ്മളെ ക്യാരക്ടർ ഇങ്ങനെ അല്ലടാ, ഞാൻ വേറെ സാധനം പിടിച്ചു പോയതാ ഏതോ ഒരു പടം കണ്ടിട്ട്. ഇതിപ്പം നമ്മുടെ ഇതിനും ഇപ്പൊ നമ്മൾ മ്യൂസിക് ചെയ്യുന്ന സമയത്ത് ഇത്രയോ തവണ വർക്ക് ആവാതെ ബ്രോ ഇത് വർക്ക് ആവുന്നില്ല, അത് ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ്. അപ്പോഴാണ് ഞാൻ ഈ നേരത്തെ പറയുന്നത് നമ്മൾ ഇമോഷണലി ഇൻവെസ്റ്റ് ആയാലുള്ള പ്രോബ്ലം. അപ്പം അത് വർക്ക് ആവാതെ വന്നാല് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒരു പരിപാടി നടന്നില്ലെങ്കിൽ ആ ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഭാരമായി പോകും. പിന്നെ ഐ ഓൾസോ ഫീൽ ദിസ് ക്വസ്റ്റ്യൻ ഓഫ് ഗെറ്റിംഗ് ഔട്ട് ഓഫ് ക്യാരക്ടർ ഇസ് വെരി, നമ്മളിത് മീൻസ് പുറത്തുള്ള ആക്ടേഴ്സിന് അവർ സംസാരിക്കുമ്പോൾ കേട്ടതാണ് ഇത്. ബട്ട് ഇൻ ആർ കൾച്ചർ ഓഫ് ഫിലിംസ്, ദ വേ ആർ സൊസൈറ്റീസ്, വി ആർ നോട്ട് ഐസൊലേറ്റഡ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു റോൾ ചെയ്യുമ്പോൾ വി ആർ നോട്ട് സിറ്റിംഗ്, വി ഹാവ് 500 people on set, so many things happening, so there is no isolated place where you're sitting and like getting into character or something like that. നമ്മൾ ഈ ഹോളിവുഡിൽ കേട്ട കഥകളാണ്. അതെ, അവരുടെ സൊസൈറ്റി കുറച്ചും കൂടെ അങ്ങനെ ഇറ്റ് അലൗസ് ഫോർ ദാറ്റ്. അത്രയും സ്പേസ് അവർക്ക് കിട്ടുന്നു. 1-2 years ഒക്കെ അതെ, ഇൻവെസ്റ്റ് ചെയ്തിട്ട് എക്സാക്ട്ലി. 2 വർഷത്തിൽ ഒരു പടം ചെയ്യണത്. ഇത് ഫുള്ളാക്കിയില്ല, അതെ, അതിലേക്കാണ് വരുന്നേ. ആൾക്കാർ പറഞ്ഞയച്ചില്ല, ഞാൻ വെറുതെ പറഞ്ഞത്. ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ് പറയുന്നത്. അല്ല, ഒരു കട്ട് പറഞ്ഞപ്പോഴേ അവരെന്നോട് പറഞ്ഞു, നവാസ് ഇതല്ല നമ്മളെ ക്യാരക്ടർ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ സാർ നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കഥ ഒന്നുകൂടി പറഞ്ഞു തന്നു, അടുത്ത് ടേക്കിൽ ഓക്കെ ആക്കി. അല്ലാതെ പറഞ്ഞയച്ചിട്ടൊന്നുമില്ല. ഒരു ഭയങ്കര സന്തോഷം. ചില സമയത്ത് ക്യാരക്ടർ കിട്ടൂല നമുക്ക്. അപ്പൊ എന്താ ചെയ്യാ? മാറ്റി കഴിവുണ്ടല്ലോ ഏത് വേണം മാറ്റി പിടിക്കാനുള്ള സാധനം ഉണ്ടല്ലോ. ഇതില് ക്രൈം ഫയൽസിൽ എപ്പോഴെങ്കിലും എങ്ങനെ തോന്നി? പ്രത്യേകിച്ച് ഇപ്പം ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ഒരു 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളാണ് ഇപ്പൊ രണ്ടാമത്തെ ഭാഗത്തിൽ വരുന്നത്. അപ്പൊ ഈ പഴയ ഭാഗത്തിന്റെ ഒരു കണ്ടിന്യൂഷനും കൂടെ വേണമല്ലോ. അതിലെപ്പോഴെങ്കിലും അങ്ങനത്തെ പ്രശ്നം തോന്നിയിട്ടുണ്ടോ? ഇല്ല, എന്ന് ഞാൻ പറഞ്ഞ ഈ ബാഹുലും അഹമ്മദ് കറക്റ്റ് പറഞ്ഞുതരും. ഇപ്പൊ സീൻ എടുക്കുന്നതിന് മുന്നേ മസ്കത്താണ് പാടിപ്പോയത് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് പറഞ്ഞുതരും. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ ആയിരിക്കും അല്ലേ? പിന്നെ കഴിവുണ്ടല്ലോ, അതിങ്ങനെ ഇടക്കിടക്ക് പറയണ്ട. ആൾക്കാർക്ക് അറിയാലോ, കമന്റ് വായിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നിർത്തി പോടാ, നിങ്ങക്ക് വേറെന്താ പണിക്ക് പോയിക്കോ. അയ്യോ, ഈ തലവല്ല ക്യാരക്ടറിന്ന് ഇതിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിൽ മാറുന്നുണ്ട്. ഈ നമുക്ക് ആസ് എ പോലീസ് ഓഫീസർ നമുക്ക് തലവല്ല ക്യാരക്ടറിനോട് തോന്നിയ ഇമോഷനും ഇത് ഒരു പക്ഷേ ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഈ എൻ്റെ ഒരു ജേർണിയാണല്ലോ, പോലീസുകാരുടെ കൂടെയുള്ള ഒരു യാത്രയാണല്ലോ. അതിനുശേഷം പോലീസുകാരോടുള്ള ഒരു സമീപനത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അവർക്ക് നമ്മളോടും അല്ല ഇല്ല, അങ്ങനെ സമീപനത്തിന് മാറ്റം ഉണ്ടോ ചോദിച്ചപ്പോൾ KCF 1 കാണുന്ന സമയത്ത് ബേസിക്കലി നമുക്ക് കുറേ ഇവരും ഇത് അനുഭവിക്കുകയാണല്ലോ, ആ സൈഡ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം ഈ AK അഹമ്മദാണെങ്കിലും ബാബുലാണെങ്കിലും ഈ റിയൽ പോലീസുകാരായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ നമ്മുടെ സെറ്റിൽ നമ്മളെ പഠിപ്പിക്കാൻ, ഈ സെല്യൂട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഇവർ വരുന്നുണ്ടായിരുന്നു, അതിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം ഇതിൽ റോൾ കൊടുത്തിട്ടുണ്ട്. അവർ അഭിനയിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഇവർ ഇവിടെ വന്ന് അഭിനയിക്കുന്ന സമയത്ത് ഇവരുടെ അനുഭവങ്ങൾ പറയാറുണ്ട്. അതായത് ഡ്യൂട്ടി ടൈം, ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും മോശപ്പെട്ട ജോലി എന്ന് പറയുന്നത് സിനിമയാണ്. ഒരു ജോലി സിനിമയാണ്. കാരണം 6 to 9:30 അല്ലെങ്കിൽ പിന്നെ 10:30 ഒരു 12 ആകുമ്പോൾ ഉറങ്ങുന്നു, പിന്നെ 6 എണീക്കുന്നു എന്ന് പറയുന്നത്. അതേപോലെ കഷ്ടപ്പെടുന്ന, എന്നാൽ ഇതിനും വളരെ കഷ്ടപ്പെടുന്ന, എന്നാൽ എല്ലാ തെറിയും കിട്ടുന്ന ഒരു ജോലിയാണ് പോലീസിങ് ശരിക്കും പറഞ്ഞാൽ. അവരോട് ഭയങ്കര റെസ്പെക്ട് തോന്നാറുണ്ട് ബേസിക്കലി. അവർക്ക് റിലീസിൽ കിട്ടുന്ന ഹൈ ഉണ്ടാവില്ലല്ലോ. ഇല്ല, ഒന്നുമില്ല. നമുക്ക് ഫസ്റ്റ് സീസണിൽ ചീത്തയോടെ എനിക്ക് സഞ്ജു എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് നമ്മുടെ കൂടെ അറിയപ്പെട്ട് വരുന്നുള്ളൂ. അപ്പോ അതെ സഞ്ജുവിനെ അറിയാം. അല്ല, ഇനി പ്രേക്ഷകർക്ക് അറിയില്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ ഇതേപോലെ യൂണിഫോം ഇട്ടിട്ട് ചായ പിടിക്കാൻ വേണ്ടി പോയി റോഡ് മതി. പോലീസ് ജീപ്പ് അങ്ങോട്ട് വന്നു, ഏത് സ്റ്റേഷനാണ് ചോദിച്ചു. അപ്പോൾ സഞ്ജു നമ്മൾ നോക്കുക, സാറേ നമ്മളിവിടെ ഷൂട്ടിങ്ങോ എന്ത് ഷൂട്ടിങ്, അവിടെ ഒരു വെബ് സീരീസിൻ്റെ
എന്നിട്ടാണ് യൂണിഫോം ഇട്ട് റോട്ടിലേക്ക് ഇറങ്ങി ഇണങ്ങി ഇറങ്ങാൻ തിട്ടു പറഞ്ഞു. ഇല്ല സാർ വേഗം ഓടി നമ്മള് നിങ്ങൾ മനസ്സിലായില്ല. പാളി അത് കറക്റ്റ് ഇപ്പൊ ഒന്നുകൂടെ ട്രൈ 3 കഥ പറഞ്ഞു. പോലീസുകാർക്ക് നിങ്ങളെ മനസ്സിലായില്ല. എന്നെ മനസ്സിലായി, സഞ്ജു. അയ്യോ അതൊരു ചോദ്യമാണ്. ട്രൈ ചെയ്യാം, ഒന്നും കൂടെ ട്രൈ ചെയ്യാം. വേണ്ട വേണ്ട, അത് ഇവിടെ കിടന്ന് മരിക്കട്ടെ. സഞ്ജു ശാപം. സഞ്ജു ശാമം പോവില്ല. ഇപ്പൊ ഈ ക്രൈം ഫയൽസിന്റെ 2ാം ഭാഗം വരുന്ന സമയത്ത് ഒരു യാത്ര, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇവര് ഒരു സീസണിൽ ഒന്നിച്ച് യാത്ര ചെയ്തു, ഇപ്പൊ 2ാമത്തെ സീസണിലും ഇവർ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. ഇത് സിനിമ പോലെയല്ലോ, അതിനേക്കാൾ കുറച്ചുകൂടെ ഡ്യൂറേഷൻ ഉള്ള പരിപാടിയാണ്. ഇത്രയും ആളുകളുടെ കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കില്ലേ? ഈ വെബ് സീരീസിലെ എക്സ്പീരിയൻസ് ഞാൻ വീണ്ടും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഫുൾ വെബ് സീരീസ് ഇതുവരെ കണ്ടിട്ടുള്ളത്. അല്ല, ആക്ച്വലി ഇത് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്ത് 55 ദിവസത്തിൽ സ്റ്റാർട്ട് ടു ഫിനിഷ് സ്കെഡ്യൂൾ ആയിരുന്നു. പിന്നെ ഇതിന്റെ ഡ്യൂറേഷൻ ഒന്ന് 25 മിനിറ്റ്. ബേസിക്കലി ട്രീറ്റ്മെന്റിൽ ഒരു ചേഞ്ചും കണ്ടിട്ടില്ല. ആക്ച്വലി സിനിമയെക്കാട്ടി ബെറ്റർ ആയിട്ടായിരിക്കും ചിലപ്പം വെബ് സീരീസ് ഇരിക്കുന്നത്. ടോട്ടൽ റൺ ടൈം വിൽ ബി ലെസ് ദാൻ 3 hours. ഷൂട്ട് ചെയ്യുന്നതാണെങ്കിലും നോൺ ലീനിയർ ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ആകെയുള്ളത് എപ്പിസോഡായിട്ട് സ്പ്ലിറ്റഡ് ആവുന്ന ഒരു അവർ എൻഡിങ്ങിന്റെ ഒരു ക്ലിഫ് ഹാങ്കർ. പിന്നെ അത് ഒരുമിച്ചാണ് വരുന്നതും. ഒന്നിച്ച് റിലീസ്. ഇതിപ്പോ 3 മണിക്കൂറേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണയും ആളുകൾ വെച്ചത് എന്തുകൊണ്ട് സിനിമയാക്കിയില്ല, നിങ്ങൾ എന്തുകൊണ്ട് വെബ് സീരീസ് ആക്കി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ലൈക്ക് ഇതിന്റെ ഒരു ഡിഫറൻസിയേഷൻ എവിടെയാ വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ, വെബ് സീരീസും സിനിമയും തമ്മിലുള്ള ഒരു? അല്ല, എനിക്ക് തോന്നുന്നു അതൊരു ഭയങ്കര ടെക്നിക്കൽ ലോജിസ്റ്റിക് ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ട് സിനിമ ആക്കിയില്ല എന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു ഇവർ പ്ലാൻ ചെയ്തത് OTT സീരീസ് ആയിട്ട് പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ്. 1 ആണെങ്കിലും 2 ആണെങ്കിലും. പിന്നെ എനിക്ക് തോന്നുന്നു എപ്പിസോഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്. ഇപ്പോൾ ഓരോ ഈ പറഞ്ഞ പോലെ ക്ലിഫ് ഹാങ്കേഴ്സ് വെച്ചിട്ട് ഓരോ ക്യാരക്ടേഴ്സ് റീവിസിറ്റ് വരുന്നു. പിന്നെ അത് മാത്രമല്ല, KCF എനിക്ക് തോന്നുന്നു വന്നത് മലയാളത്തിലെ ഫസ്റ്റ് സീരീസ് ആയിട്ടാണ് അത് വന്നത്. സോ ഒബ്വിയസ്ലി അതിൻ്റെ ഒരു ഹൈ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയാണെന്ന് തോന്നുന്നു. അത് ദെൻ സീസൺ 2 ആയിട്ടും പിന്നെയും വന്നത്. പക്ഷേ ഇടയ്ക്ക് ഇപ്പോൾ നമ്മൾ മ്യൂസിക് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനോട് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ഇത് വലിയ തിയേറ്റർ സ്ക്രീനിൽ ഇതൊന്ന് കാണാനുള്ള ആഗ്രഹം. അപ്പം മാമത് പറയാം, നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു പ്രിവ്യൂ വെക്കാമെന്ന് KCF 3 പടമാക്കിയിട്ട്. ഈ പോലീസിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഇല്ലേ, ക്യാരക്ടറിലേക്ക് വരുന്നത്, പോലീസ് വേഷം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ള കൺസേൺസ് ഉണ്ടോ? കൺസേൺസ് ആക്ച്വലി 1-2 സ്റ്റേഷൻ അല്ലേ? അല്ല, ബിഫോർ ഐ കുഡ് ഹാവ് എനി കൺസേൺ, ബാഹുലും അഹമ്മദ് പറഞ്ഞത് സ്ഥിരമായിട്ട് നമ്മൾ പോലീസ് ഓഫീസറെ കണ്ടതുപോലെ പ്ലേ ചെയ്യേണ്ടെന്ന്. നമ്മൾ ഈ യൂണിഫോം ഇടുമ്പോൾ ബോഡി ലാംഗ്വേജിൽ ഒരു മാറ്റം, പിന്നെ ആറ്റിറ്റ്യൂഡിലൊരു മാറ്റം വരും, അതെല്ലാം വേണ്ടെന്ന് ഫസ്റ്റ് ഡേ തന്നെ പറഞ്ഞത്. സോ അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് പ്ലസ് ലൈക്ക് ദർ ഇസ് നോബഡി ഈസ് യൂസിങ് എ ക്യാപ്പ് ഇൻ ദ ഷോ. സല്യൂട്ട് ഇല്ല, സാറുകളില്ല, ഒന്നുമില്ല. സോ ഹീസ് മെയ്ഡ് ഇറ്റ് വെരി ബേസിക്കലി ഫോക്കസ്ഡ് ഓൺ ദ ഇൻവെസ്റ്റിഗേഷൻ. എപ്പോഴും എല്ലാ സിനിമയിലും നമ്മൾ കാണുന്നത് ഈ ഒരു ഡയലോഗിൽ സാറ് പോകുന്നില്ലേ സാറേ എന്ന് പറയുന്ന സാറ് വിളിയില്ലേ, അതുപോലും എനിക്ക് തോന്നുന്നു ഇവര് കട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ അത് വരും, പക്ഷെ ആ സംസാരിക്കുമ്പോൾ വരുമ്പോൾ ഇവര് വന്നിട്ട് കട്ട് ചെയ്തിട്ട് അത് വേണ്ട എന്ന് പറയും. കംപ്ലീറ്റ്ലി അല്ല, ആവശ്യമുള്ള സ്ഥലത്ത് സാറിന് വിളിക്കും. മറ്റേ CI സാറിന് വിളിക്കും. പക്ഷെ ഈ നമ്മുടെ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചില സ്ഥലത്ത് നമുക്കത് ചുമ്മാ വരും സാറ് വിളിയൊക്കെ. അതെല്ലാം മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഒരു ബോധ്യം അങ്ങനെയാണ്. പോലീസ് ഓഫീസർ എപ്പോഴും സാറിന് വിളിക്കും. അതിന്ന് പൊളിച്ച് പുറത്ത് കിടന്നു. അത് മാത്രമല്ല, അർജുൻ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തും പൊളിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും ബാഹുൽ അവിടെ ഉണ്ടാവും, AK അവിടെ ഉണ്ട്. ഇപ്പം പല സിനിമകളും നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കണ്ടന്റ് മനസ്സിലാക്കി ഡയലോഗ് പറയുക ചെയ്യുന്നു. ഇതിലത് പറ്റില്ല, എഴുതിയത് തന്നെ പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടോ മാറാൻ പറ്റില്ല അല്ലേ? അപ്പം അത് ഭയങ്കര ചലഞ്ചിങ് ആണ്. ഈ ജനറേഷനിൽ അങ്ങനെയുള്ളവർ വളരെ കുറവാണ്. അങ്ങനെ തന്നെ പറയണം. അത് മാറ്റാൻ പറ്റാത്തത് ചാടി പിടിക്കും അങ്ങനെയൊന്നുമല്ല. ദേ ഹാവ് എ പെർഫെക്റ്റ് ആൻസർ ഫോർ ദാറ്റ്. ഇത് ഇങ്ങനെ ഇടാൻ പറ്റില്ല, ഇത് ഇവിടെ വരുന്നുണ്ട്, ഈ സെക്കൻഡ് സീനിൽ ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് പറഞ്ഞല്ലോ. ഓക്കെ. പിന്നെ ഫോക്കസ് വാസ് കംപ്ലീറ്റ്ലി ഓൺ ദ സ്ക്രിപ്റ്റ് ആൻഡ് ഓൺ ദ ഇൻസിഡൻസ്.
അത് നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ ദെൻ ദർ ഇസ് നോ എക്സ്റ്റേണൽ തിങ്സ് റിക്വയർഡ് ടു ഷോ ദാറ്റ് യു ആർ എ പോലീസ് ഓഫീസർ, അല്ലെങ്കിൽ നമ്മളൊരു കേസ് ഫോളോ ചെയ്യണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ. കഴിഞ്ഞ സീസണിലുള്ള പോലത്തെ പേഴ്സണൽ ലൈഫ് കാണിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. സ്ട്രിക്ട്ലി ഇൻവെസ്റ്റിഗേഷൻ അല്ലേ? ഡിഫറെന്റ് സ്റ്റേറ്റ്സിന്റെ ഒക്കെ ഇപ്പം ഇതിനകത്ത് ട്രെയിലറിലെ ഡയലോഗ് ഉണ്ട്, കേരള പോലീസ് ആണോ എന്ന് ചോദിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഡിഫറെന്റ് സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളെ കൂടെ ഉൾക്കൊള്ളിച്ച് അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ. അതെ, കുറച്ചുണ്ട്, അത് പറയാൻ പറ്റില്ല. ഏകദേശം ഫസ്റ്റ് എപ്പിസോഡായി. കൂടുതൽ പൊളിക്കുന്നില്ല. ക്രൈം ഫയൽസ് 2ാം ഭാഗം 1ാം ഭാഗത്തേക്കാൾ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ, അതിന് വലിയ രീതിയിലുള്ള അപ്രിസിയേഷൻ കിട്ടട്ടെ. 3ാം ഭാഗം കൂടുതൽ എനർജറ്റിക് ആയിട്ട് വരാനുള്ള എല്ലാവിധ ബാക്കപ്പ് അതിലുണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.